കൊറേ ഗുണങ്ങൾ മനസ്സിലായിരിക്കും. ഇതുപോലത്തെ ഒന്നുകൂടെ വേണം. കോളേജിൽ പഠിക്കുന്ന കാലം യേശു എന്റെ കൂടെ ഉണ്ട്. ശ്രീനിവാസന്റെ മോയെന്നായിട്ട് ആരെങ്കിലും പറയുന്ന അന്ന് രണ്ടാളും പറയൂല. നിങ്ങൾ രണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ഞാൻ നേരത്തെ ഇന്നലെയും ചോദിച്ചു. ഇതൊന്നും ലാലേട്ടനും ശ്രീചേട്ടനും ഇനി ഒരുമിച്ച് ഒരു ഒത്തുകൂടൽ അങ്ങനെ ഒരു ആഗ്രഹം സത്യസന്ധമായിട്ടുള്ളത് തന്നെയാണ് ശ്രീചേട്ടൻ. കുറെ കഥകൾ കേട്ടില്ലേ? കേട്ടു. കൊറേയൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? ഇല്ല കൊറേയൊക്കെ പുതിയതാ. അനുഭവങ്ങൾ ഒത്തിരി ഉള്ള വ്യക്തിയാണ്. അനുഭവങ്ങളുണ്ട്, പാളിച്ചകളുണ്ട്. ഞാൻ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റുകളും ഒക്കെ റെഡിയാണ്, പ്രൊഡ്യൂസറെ കിട്ടിയിട്ടില്ല, പൈസ മുടക്കാവോ? പടമാണോ മുടക്കുന്നത്? പടം മുടക്കോ? പടം അങ്ങനെയാണെങ്കിൽ ഞാൻ ലാലങ്കയുടെ അച്ഛനെ വെച്ച് ചാലിക്കട്ടെ. ഓക്കെ. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് പമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert. ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. ഫുഡെല്ലാം നല്ലതാ. നല്ല ഫുഡ്. ഇവിടെ ബന്ധം ആവശ്യത്തിലധികം. അതല്ല, ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഇല്ല, ഒരു ബന്ധമില്ലല്ലോ. അത് ശരി. അതാണ് പറഞ്ഞത്. എന്ത് ബന്ധമൊന്നും ഇവിടെ അത് ബന്ധമില്ല, ഒരു ബന്ധവുമില്ല. ഇവളോട് കുറച്ച് കർശനമായ ചോദ്യങ്ങൾ ചോദിക്കണം. ഇവള് ഭയങ്കര തട്ടിപ്പ് വരെ. അപ്പൊ എന്തായാലും നല്ല ഫുഡായിരുന്നു, നല്ല വിഷയം. നല്ലവണ്ണം ചൂടുവെള്ളമൊക്കെ ചൂടാക്കും. അതല്ലേ നല്ലോണം പല ടൈപ്പില് വെള്ളം ഉണ്ടാക്കും. പല ചൂടില്. അതൊന്നും വേണ്ടല്ലേ? അതെ, ഇങ്ങനെ നിങ്ങളെ നോക്കിയെടുത്ത് നിങ്ങള് കുറ്റം പറയാൻ പാടണ്ട. പല ചൂടില്. അല്ല, എന്തായാലും ഒരു കാര്യം പറയാം ചേട്ടാ, ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ ശ്രീചേട്ടന്റെ ഭാഗ്യമാണ്. അതെ, സത്യം. അപ്പൊ ശരിക്കും ഞാൻ പറയട്ടെ, സത്യനന്ദികേട്ടനോട് ഞാൻ പറഞ്ഞ്, സത്യനന്ദികേട്ടനോട് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ഭാര്യയെ എനിക്ക് വേറെ എവിടെ കിട്ടണമെന്ന്. ഞാൻ പറഞ്ഞ് എനിക്ക് ഈ ഭാര്യ കിട്ടിയപ്പോഴാണ് ഭാര്യയുടെ ഗുണങ്ങൾ എന്തൊക്കെയത് മനസ്സിലായത്. ഇങ്ങനെ കൊറേ ഗുണങ്ങൾ മനസ്സിലായപ്പോ എനിക്ക് ഇതുപോലത്തെ ഒന്നുകൂടെ വേണം. അപ്പൊ കുറച്ചുകൂടെ രസമായിരിക്കുമല്ലോ. ഒന്നുകൂടെ വേണമെന്നാ? അതെ, ഇതുപോലത്തെ ഒരെണ്ണേ ഉള്ളൂ. അതാ സത്യായിട്ടും പറഞ്ഞത്, ഇതൊന്നേ ഉള്ളൂ. ഇതുപോലത്തെ വേറെ കിട്ടില്ല. ഇതില് നല്ലത് കിട്ടും, ഇതുപോലത്തെ കിട്ടൂല. ഇതിന് നല്ലത് ചിലപ്പോ. ഇവിടെ വരുന്നയാളോ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പൊന്നുപോലെ നോക്കുന്നത്. അപ്പൊ ഞാൻ നീ ഇന്ന് സ്ഥിരമായിട്ട് പറയുന്നില്ല പൊന്നുപോലെ, ഇപ്പം അങ്ങനെ തോന്നുന്നില്ല. അപ്പൊ കുറച്ച് വ്യത്യാസമുണ്ട്. പൊന്നിങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കില്ല, ഇപ്പൊ ചെമ്പ് പോലെ തോന്നുന്നു. എന്തായി പറഞ്ഞത് അല്ലേ? മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അതിനുവേണ്ടി ശ്രീചേട്ടൻ ചോദിക്കും, മറുപടി പറയാത്തോണ്ട് മറുപടി പറയാം. അപമാനിക്കുക അല്ലേ? അത് തന്നെ. മറുപടി ഇപ്പൊ എന്തെങ്കിലും പറയാം. പാട്ട് പറഞ്ഞു തോന്നുന്നു. ഇതിനെന്ത് മറുപടിയാ പറയാ? ഇതിന് മറുപടി എന്നോട് ഒന്ന് പറയും, ഇതുപോലത്തെ ഒരു അമ്മേനെ ഇവിടെ കിട്ടുന്നു ചോദിക്കല്ലേ? ഞാൻ ഇലക്ട്രിക്കിനോട് ഇതുപോലത്തെ ഒരു അമ്മേനെ ഇവിടെ കിട്ടുമല്ലോ. കിട്ടൂല്ലോ. കിട്ടും. ഇതുപോലത്തെ ഒരു അമ്മായിയമ്മേനെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. നല്ല കുട്ടികൾ അങ്ങനെ കളിയാക്കി പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. കളിയാക്കൂല. ഞാൻ ആരും പ്രാർത്ഥിച്ച് കിട്ടിയതാ, പിന്നെ എന്ത് കളിയാക്കുക?
അതെ, പ്രാർത്ഥിച്ച് കിട്ടിയ ആള്. യേശുവിനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം യേശു എന്റെ കൂടെ ഉണ്ട്. അതാരാ? യേശു വേറെ വേറിയല്ല, യേശു ഭഗവാൻ. രാമേന്ദ്രൻ പോലെ രാമേന്ദ്രയുടെ വീടുന്നത് ഒന്ന് അന്വേഷിച്ച ഒരു പ്രപ്പോസലാണ്. അപ്പൊ പാവോ അല്ല, അതുപോലെ വേറെ ആളെന്ന് ഓർത്തുപോയി. യേശുന്ന് പേരുള്ളവരൊക്കെ യേശുദേവൻ ചേട്ടൻ തെറ്റിപ്പോയത്. യേശുദാസും അങ്ങനത്തെ അല്ല, നമ്മളെ ഗായകൻ യേശുദാസ് പറഞ്ഞത് അതും ഒരു നല്ല മനുഷ്യനാണ്. ഇപ്പൊ നല്ലതല്ലാത്ത ഒരു ദിവസം ഒരു മാഗസീൻ എടുത്തിട്ട് വന്നിട്ട് എനിക്ക് ഞാൻ വായിക്കട്ടെന്ന് ചോദിച്ചു. അവരെ വായിക്കുന്നത് അപ്പൊ വിജയ് യേശുദാസിന്റെയാണ്. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് ഇന്റർവ്യൂ ആണ് വായിച്ചു. അതായത് ദർശനയും ഞാനും ഒന്നിച്ചല്ല താമസം, പക്ഷെ ഞങ്ങളുടെ 2 മക്കളുടെ അച്ഛനമ്മയും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. മനസ്സിലായി. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാ പറ്റും നമുക്കൊന്ന് ചോദിച്ചു. മക്കളുടെ കാര്യം അതെ അതെ ഇന്നുവരെ മറുപടി പറഞ്ഞു. എന്തിനെല്ലാം മറുപടി പറയേണ്ടത്? ഒന്നിനും മറുപടി കൊടുത്തിട്ടില്ല. ആ മാഗസിനിലുള്ളത് കറക്റ്റ് ചേട്ടാ. ഈ 2 മക്കൾ അല്ലേ, നമ്മൾ ഈ സിനിമയിലൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ, അച്ഛന്മാര്, അങ്ങനെയൊക്കെ നമ്മൾ. ഈ ശ്രീ ചേട്ടൻ ഇന്ന് വരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവര് വഴി വെട്ടി തെളിച്ചാണ് സിനിമയിലേക്ക് വന്നത്. അതെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാതെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഒന്നും ഒരു സപ്പോർട്ടും ചെയ്തിട്ടില്ല? അതെന്താണ്? ഇവരൊക്കെയുള്ള കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഉറപ്പല്ലേ? അപ്പൊ ഞാൻ പോളിസി പറയുന്നതാണ്, ഉദയനാണ് തരാം. അപ്പൊ അതില് പാട്ടുകളുടെ കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോ ആര് മ്യൂസിക് ചെയ്യണം, റോഷൻ ചെന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ ഏതൊക്കെ പാട്ട് ആരൊക്കെ പാടണം, ദീപക് ദേവാണ് മ്യൂസിക്കായിട്ട് തീരുമാനിച്ചത്. ദീപക് ദേവ് അങ്ങനെ പാട്ടൊക്കെ തീരുമാനിച്ചു. അപ്പൊ എന്നോട് റോഷൻ പറഞ്ഞു, ഒരു പാട്ട് നമുക്ക് വിനീതിനെ കൊണ്ട് പാടിക്കുന്നത്. അപ്പൊ അത് വേണ്ട, അതാ അച്ഛൻ നല്ല സപ്പോർട്ടല്ലേ അച്ഛൻ. പറയും ഞാൻ പറയാം കാരണം. അപ്പൊ ദിവസം പറഞ്ഞില്ല, ഞാൻ അവനോട് ഇങ്ങനെ നമ്മൾ ഡിസ്കഷൻ ഫ്ലാറ്റില് ചെന്നൈയിൽ വരുമ്പോൾ അവനോട് ഞാൻ പറഞ്ഞതാണ് ഒരു പാട്ട് നീ പാടണത്. ഞാൻ പറഞ്ഞ് എന്താ പ്രശ്നം ഞാൻ പറയാം. റോഷന്റെ ആദ്യത്തെ സിനിമ ഇത്. ഞാൻ സിനിമയിൽ ഒരുപാട് കാലമായി. അപ്പൊ ആരും കരുതും ഇതില് വിനീത് പാടാൻ കാരണം എന്റെ ഇടപെടലുകാരനായിരിക്കണം. എനിക്കത് താല്പര്യമില്ല. അവന് പാടാൻ വിധിയുണ്ടെങ്കിൽ അവൻ പാടിക്കോളും, ഇതിന് വേണ്ടത്. റോഷൻ വിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിനെ നീട്ട് ഇടപെടുന്നത്. റോഷൻ പറഞ്ഞല്ലേ, റോഷനല്ലേ ഡയറക്ടർ. അങ്ങനെയൊന്നും ആൾക്കാർ വിചാരിക്കാൻ പോകുന്നില്ല എന്നൊന്നും വിചാരിക്കാനൊന്നും പോകുന്നില്ല എല്ലാവരും. അപ്പൊ രാത്രി എന്നോട് പറഞ്ഞു ഇത്. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെയൊന്നും ആൾക്കാർ വിചാരിക്കാനും പോകുന്നില്ല, പിന്നെ റോഷനല്ലേ ഡയറക്ടർ, റോഷൻ പറയും പോലെ ചെയ്തോട്ടെ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു. എന്തായാലും പാടിയതിനു ശേഷം ഞാൻ ഉൾപ്പെടെ എല്ലാരും വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എന്തായാലും പാടിയല്ലോ, എന്തായാലും എല്ലാരും വിചാരിച്ചാണ്. ആരും വിചാരിക്കും അവസാന ദിവസം പറഞ്ഞു എന്നോട് വാക്ക് പറഞ്ഞു പോയതല്ലേ.
റോഷന്റെ നിർബന്ധത്തിൽ പാടിയതാ. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? പക്ഷെ എനിക്ക് വേറൊരു ചിന്ത വന്നത്, ഞാൻ കാരണം അവനൊരു ചാൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല. അപ്പോഴാണ് ഞാൻ സമ്മതിച്ചത്. മനസ്സിലായി. ചാൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് അപ്പോഴാണ് സംഭവിച്ചത്. ഞാൻ ആരുടെ അടുത്തെങ്കിലും സിനിമയ്ക്ക് പോയപ്പം ശ്രീചേട്ടന്റെ പേര് പറഞ്ഞതായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല, ഇന്ന് വരെ ഇല്ല. അത് രണ്ടാളും സ്കൂൾ അവന് പഠിക്കുമ്പോൾ പറയാൻ നേരം വേണ്ടേ, അപ്പോഴെല്ലാം അഭിനയിച്ചോണ്ടിരിക്കും. അച്ഛനാരാണെന്ന് പറയാൻ പോലും സമയമല്ല. അതൊക്കെ ചോദിച്ച അച്ഛനാരാന്ന് ചോദിക്കുമ്പോഴേക്ക് ഞാൻ പോയി അടുത്ത സിനിമയിലേക്ക് പോകും. പണ്ട് സ്കൂളിൽ നാട്ടിലത്തെ സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷയുടെ സമയത്ത് നമ്മളെ നാട്ടിലെ ഡ്രൈവറോട് ഞാൻ പറയും, ശശി ഒന്ന് സ്കൂൾ മുറ്റം വരെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. പരീക്ഷയുടെ ഹാളിൽ കയറുന്ന സമയത്തായിരിക്കും ഇവരെ പഠിപ്പുണ്ടാകുക നല്ലോണം. ആ സമയത്താണ് രണ്ടുപേരും നല്ലോണം പഠിക്കുക. അപ്പൊ ആ സമയം നടക്കുന്ന സമയം കിട്ടുമല്ലോ പഠിക്കുകയും. മുറ്റത്ത് ഒന്ന് കാർ എത്തിച്ചു കൊടുക്കണം. ഇല്ല, ഗേറ്റിന്റെ അടുത്ത് എത്തിയ ശശിയേട്ട പോയിക്കോ ശശിയേട്ട ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ശശീനെ വിട്ടേക്കും. അങ്ങനെയാണ് സ്കൂൾ മുറ്റത്ത് കാറ് വിടൂല. അത് ഇല്ല, അത്ര സിമ്പിൾ ആയിരുന്നു. സിമ്പിൾ എന്നല്ല, ശ്രീനിവാസന്റെ മോയെന്നായിട്ട് ആരെങ്കിലും പറയുന്ന അതൊന്നും രണ്ടാളും പറയൂല. നാണക്കേടായിരുന്നു. അറിയേ ഇല്ല, രണ്ടാളും പറയൂല. ഉദ്ദേശിച്ച നാണക്കേടാണ്. നാണക്കേടായിട്ടല്ല, പറയൂല. എന്താന്നാ എനിക്കറിയില്ല. അമ്മയും പറയൂലല്ലോ ഭർത്താവ്. അതൊന്ന് എന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ശ്രീനിവാസന്റെ ഭാര്യാന്ന് എല്ലാവർക്കും അറിയാം. ഇവരെ അറിഞ്ഞൂടായിട്ടല്ല, പക്ഷെ ഇവര് വിടൂല. പരീക്ഷയുടെ സമയത്ത് ഗേറ്റിന്റെ അടുത്ത് വിടൂ ശശിയുടെ പോയിക്കോ പറഞ്ഞു വിടും. പക്ഷെ എങ്കിലും ശ്രീചേട്ടൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാമായിരുന്നു പിള്ളേർക്ക് വേണ്ടി. അത് ഉറപ്പായിരുന്നു. എത്രയോ സിനിമകൾ ശ്രീചേട്ടൻ എഴുതി. ചെയ്യോ? ഇനി സമയമുണ്ട് ദാസ. അല്ല, ഇനി ചെയ്യില്ലേ? ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്, ചോദിച്ചാൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതാണ്, അത് സത്യമായിട്ട് പറഞ്ഞാണെന്ന് പറയാം. വെറുതെ അടിച്ചതാണ്. ചെയ്ത കഥയാണോ? പുതിയത് അത് ധ്യാൻ സിനിമയ്ക്ക് കൊടുക്കുമോ? ഡയറക്ടർ ധ്യാൻ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കും. പൊടി പഠിച്ചിരിക്കും. പിന്നെന്ന് പറഞ്ഞ രണ്ടർത്ഥമുണ്ട്, അതാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടർത്ഥം എനിക്കറിയില്ല, ഒരർത്ഥം എനിക്കറിയാം. അതെന്താണ് അർത്ഥം? പിന്നെ നീണ്ടു പോകുന്നത് അതാണ് ഉദ്ദേശിച്ചത്. ശ്രീചേട്ടാ, ഈ നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ ഒരു കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ഞാൻ നേരത്തെ ഇന്നലെ ചോദിച്ചു. ഇതൊന്നും ലാലേട്ടനും ശ്രീചേട്ടനും ഇനി ഒരുമിച്ച് ഒരു ഒത്തുകൂടൽ, ഇനി ദൈവം അനുഗ്രഹിച്ച് ശരീരമൊക്കെ റെഡിയായി, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന് അനുഗ്രഹത്തിൽ തിരിച്ചു വരുമെന്ന് അന്ന് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം സത്യസന്ധമായിട്ടുള്ളത് തന്നെയാണ് ശ്രീചേട്ടൻ? എനിക്ക് ഉണ്ട്. ധാരാളം ആഗ്രഹം ഉണ്ടാവും. കാര്യങ്ങളുമായിട്ട് അതിൻ്റെ അടുത്ത് പറയാൻ പറ്റിയ സംഗതി ഇഷ്ടപ്പെട്ട പുള്ളിയും ചെയ്യും. സത്യം ഇപ്പാലിക്കുന്ന കഥ ലാലിന് മാത്രമുള്ള കഥ. അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സത്യനിക്ക് അങ്ങനെ എളുപ്പത്തിൽ നടക്കും. ശ്രീചേട്ടനൊന്ന് ഫോൺ ചെയ്ത് പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ കഥയും കാര്യങ്ങളും റെഡിയാവട്ടെ എന്റെ കയ്യില്. അപ്പൊ ഫോൺ ചെയ്ത് പറയും, മോഹൻലാലിനെ വിളിച്ചിട്ട് പറയും ഇങ്ങനെ നമുക്ക് ഒരു പ്രൊജക്ട് ചെയ്യാമെന്ന്. ശ്രീചേട്ടൻ തന്നെ വിളിച്ചു പറയും. അതാണ് ചോദിച്ചത് പറയില്ലേ? നമ്മളെല്ലാം അത് പ്രതീക്ഷിക്കുവാണ്. ഞാൻ പറയുന്നത് ആ സിനിമ ഉണ്ടാവുന്നത് പറയുന്നതല്ല, സിനിമ ഉണ്ടാവുന്നത്. പറയുന്നത് പറയുമല്ലോ, സിനിമ ഉണ്ടാകുന്നത് അല്ലേ? അത് നമ്മൾ ഒരാഗ്രഹം കൊണ്ട് തന്നെ ചോദിച്ചതാണ് ശ്രീചേട്ടാ. ഈ പറഞ്ഞ പോലെ ഇന്നലെ സിനിമ കണ്ടു,
ഇന്നലെ സിനിമ കണ്ടിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? അതെ ധ്യാന്റെ അഭിനയം കണ്ടു, ഡയറക്ഷൻ, വിനീതിന്റെ ഡയറക്ഷൻ കണ്ടു, അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഒത്തിരി ഓർമ്മ വന്നിട്ടാണ് ശ്രീചേട്ടൻ ചെയ്ത കാലഘട്ടങ്ങളും ആ ജീവിതങ്ങളും ആ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ. ആ കൊടമ്പാക്കം ആ സംഭവങ്ങളൊക്കെ അതെങ്ങനെയാണെന്ന് ഓർത്തിട്ട് ആ സിനിമ കണ്ടപ്പോൾ? അതായത് എനിക്ക് സംശയങ്ങളാണ് തോന്നി. നമ്മുടെ ഏത് യഥാർത്ഥ സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു ഡയലോഗ് പറഞ്ഞത്, ഇങ്ങനെയൊരു സീൻ ഉണ്ടാക്കിയത് ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഉത്തരം കിട്ടിയില്ല. പുള്ളിക്ക് എവിടെയൊക്കെ കേട്ട കഥകൾ മാത്രമേ അറിയുള്ളൂ. പുള്ളി ആയിട്ട് മാത്രമേ അതാ പ്രശ്നം. പറഞ്ഞു കേട്ടതാണ്. വിനീത് പറഞ്ഞു കേട്ട, എന്നോട് പറഞ്ഞിരുന്നു അച്ഛൻ പറയുന്നതും കേട്ടിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ സ്വാമീസ് ലോഡ്ജിൽ താമസിച്ചില്ലല്ലോ. ഇല്ല ഇല്ല, അത് മോഹൻലാലിനെ കണ്ടത്, ലാലേട്ടനെ കണ്ടത് അവിടെ വെച്ചാണ്. സുരേഷ് കുമാർ അവിടെ താമസിക്കേണ്ട വന്നിട്ടില്ല. താമസിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ചെന്നൈ പോകുമ്പോ ഏത് ഹോട്ടലിലാണ് താമസിക്കാറുണ്ടായിരുന്നു? ചെന്നൈ പോകുമ്പോൾ ഞാൻ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല. പുറത്ത് നമ്മള് ചെന്നൈ പഠിക്കുന്ന സമയത്തൊക്കെ 3-4 പേര് ഒരുമിച്ച് ഒരു മുറിയിൽ വാടക അറിയാലോ. ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഞാൻ തന്നെയായിരുന്നു മെയിൻ കുക്ക്. ഷൂട്ടിംഗ് സമയത്ത് ഹോട്ടലിൽ താമസിക്കൂലേ? അതല്ല ഈ സമയങ്ങളുണ്ടല്ലോ. അന്ന് ഈ ഇപ്പൊ ഇവിടെ എറണാകുളത്തടക്കം പുതിയ എത്രയോ ചെറുപ്പക്കാർ, ഇപ്പൊ എറണാകുളമായല്ലോ സിനിമയുടെ ഹബ്ബ്. ഒരുപാട് ചെറുപ്പക്കാർ സിനിമ മോഹിച്ചിട്ട് എറണാകുളത്ത് വന്ന് ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ റൂം ഷെയറിംഗ് ആയിട്ട് 4-5 പേരൊക്കെ വന്ന് അങ്ങനെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അന്ന് എന്തായിരുന്നു ഒരു ധൈര്യം, എന്തെങ്കിലും സിനിമയിലാവും, ഒരു ഉറപ്പില്ലല്ലോ സിനിമയിൽ എന്തെങ്കിലും ആവും എന്നുള്ളതന്നെ. അപ്പൊ എന്തായിരുന്നു അതിന്റെ, ചെന്നൈയിൽ നിന്നുകൊണ്ട് സിനിമ ഉണ്ടാവും അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടും എന്നുള്ളതിന്റെ ഒക്കെ ഒരു മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ഇതെന്തായിരുന്നു, ഡ്രൈവ് എന്തായിരുന്നു ആക്ച്വലി? സിനിമ ചാൻസ് എടുത്തതിനെ പറ്റിയിട്ട് ചിന്തയില്ല. ഞാൻ ഫിലിം ഷൂട്ട് പഠിച്ചത് എന്താണെന്നറിയാം. അവിടുന്ന് പഠിച്ച കാര്യങ്ങൾ നാട്ടിൽ വന്നിട്ട് നാടകത്തിൽ പ്രയോജനപ്പെടുത്തും. സിനിമ എൻ്റെ മനസ്സിലേ ഇല്ല. സിനിമയ്ക്ക് ക്രേസല്ല. അല്പം ആഗ്രഹമില്ല എനിക്ക് സിനിമ. യാദൃശ്ചികം സംഭവിച്ചു, അത് ഞാൻ പറയാം. അതായത് ഞാൻ ഒരു പ്രൊഫഷണൽ നാടകം തൃക്കരിപ്പൂർന്നുകൊണ്ട് ഒരു സ്ഥലം എടുത്ത് പിന്നെ പൈനപ്പുറത്ത് നായനോടൊക്കെ മത്സരിച്ചവര് നിയോജകമുണ്ടല്ലോ തൃക്കരിപ്പൂർ. അവിടെ നാടക സുഹൃത്തുക്കളുണ്ട് കുറെ പേര്. KMK എന്ന് പറഞ്ഞിട്ട് കലാസമിതി ഇപ്പോഴും ഉണ്ട്. കുറെ കഥകൾ കേട്ടില്ലേ? കൊറേയൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? ഇല്ല കൊറേയൊക്കെ പുതിയ കഥകളാണ്. അനുഭവങ്ങൾ ഒത്തിരി ഉള്ള വ്യക്തിയാണ് അല്ലെ? അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി കഥകൾ പറയാനുമുണ്ട്. നല്ലൊരു വിഷു ദിവസമാണ്. അനുഭവങ്ങളുണ്ട്, പാളിച്ചകളുണ്ട്. അത് ഈ നിരന്തരം പണ്ട് 86, 87, 88 കുറെ സക്സസ് ഹിറ്റ് വന്നിട്ട് പെട്ടെന്നൊരു ഫ്ലോപ്പോ ഫെയിലിയറോ വരുന്ന സമയത്ത് അത് ശരിക്കും ബാധിച്ചിരുന്നു. മുകുന്ദേട്ട സുൽത്താൻ വിളിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് വീണുപോയ സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ അത്തരം മൊമെന്റുകളൊക്കെ ശരിക്കും വീണുപോയിട്ടുണ്ടോ ഫെയിലിയർ വന്ന സമയത്തൊക്കെ? എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഫെയിലിയർ ശരിക്കും നിങ്ങളെ ടീമിനെ അന്നത്തെ ബാധിച്ചിട്ടുണ്ട്? അതൊന്നും കാര്യമായിട്ട് സംഭവം ഉണ്ടല്ലേ ഇപ്പൊ? അല്ല, അന്ന് പ്രൊഡ്യൂസറിന് ലോസ് ഒക്കെ വന്നിട്ടുണ്ടാകുന്ന സമയത്ത് അത് നിങ്ങളെ നമ്മളെ ബാധിച്ചില്ല. ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ഫ്ലോപ്പ് ഉണ്ടായിട്ടില്ല. എപ്പോഴും പോസിറ്റീവായിരുന്നു. ഒരു സിനിമ ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ അടുത്ത സിനിമ കൊണ്ട് മേക്കപ്പ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു എല്ലാം. അപ്പൊ പ്രൊഡ്യൂസർമാർ മാറുന്നില്ലേ? അവർക്ക് ഗുണമുണ്ടോ? മാറും. അല്ല, ഞാൻ ചോദിച്ചപ്പോ ഞാനൊരു പ്രൊഡ്യൂസ് ചെയ്തു, ആ സിനിമയാണ് പരാജയം വന്നത്. അപ്പൊ സുനീഷേട്ടൻ പറഞ്ഞു അത് അടുത്ത സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നു. അത് ചെയ്യുന്നത് ധ്യാനായിരിക്കും. അപ്പൊ എനിക്ക് ഗുണമുണ്ടോ? അല്ല, അത് മിക്കവാറും ഈ പരിചയപ്പെട്ട ആൾക്കാരായിരിക്കും തുടർന്നും എടുക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്.
ഭയങ്കരമായിട്ട് പൊട്ടിയൊരു പടം എനിക്ക് ഓർമ്മയില്ല. ശ്രീധരന്റെ തിരുമുറിവ് ശ്രീധരൻ്റെ തിരുമുറിവാണ് പൊട്ടിപ്പോയ പടം. അതൊരു പൊട്ടിയത്. പിന്നെ 1-2 പടം മോഡൽ കുറവുണ്ടായിരുന്നു. അത്രയല്ലാതെ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ പ്രധാനമായിട്ട് എന്ത് പറ്റുന്നത് അതിന്റെ പ്രൊഡ്യൂസർ സെഞ്ചുറിയാണ്. സെഞ്ചുറി ഫിലിംസിനാണ് ആ പടം. സെഞ്ചുറി രഞ്ജി മത്തി എന്ന് പറയുന്ന വലിയ കാശാണ്. നമ്മള് അതിൽ നീല കുറുപ്പ് എന്നൊരു പെൺകുട്ടിയാണ്. ഞാൻ സത്യൻ്റെ അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടാണ് അവളെ ഫിക്സ് ചെയ്തത്. അത് സത്യേട്ടനാണ് ഡയറക്റ്റ് ചെയ്തത്. എന്തുകൊണ്ടത് കേട്ടാ അതങ്ങനെ ആയത്? പ്രധാനമായിട്ടും പെൺകുട്ടിന്റെ കാര്യം. ആ പെൺകുട്ടി നീനാക്കുറുപ്പ് ഞങ്ങൾ ചെന്നപ്പോൾ നേരെ പകുതിയായി ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കമ്പനിയിൽ പേടിച്ചിട്ട് വിട്ട് ഇവരുടെ ആരോഗ്യമായി മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു നോക്കി പിന്നെ ഇവിടെ വെച്ച് നിർത്താം. സത്യനോട് പറഞ്ഞു. സത്യൻ പ്രൊഡ്യൂസറെ സംസാരിച്ചു. അയാൾ പറഞ്ഞു മമ്മൂട്ടിയുടെ ഡേറ്റ് ഇനി അടുത്ത കിട്ടൂല, എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ വെച്ചിട്ട് ലൊക്കേഷനിൽ ഹോട്ടലിൽ മഹാറാണി വെച്ചിട്ട് കഥ മാറ്റി. ഇവൾക്ക് പറ്റാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടറൊക്കെ ഇവിടെ മാറ്റിയത് എല്ലാം കൂടി കൊള്ളമായി. പടം പൊളിഞ്ഞു പോയി. അങ്ങനെയാണ് അതിന്റെ ഒരു പരാജയം ഉണ്ടായതല്ലേ. ഈ സക്സസ് ആകുമ്പോൾ ഒരു കൂട്ടുകെട്ടുണ്ടല്ലോ, സക്സസ് ആകുമ്പോൾ കൂട്ടുകാരന്മാരുടെ കൂട്ടുണ്ട്, അത് തലക്ക് പിടിച്ചിട്ടുണ്ടോ? ഈ സിനിമയിലെ ഒരു ഡയലോഗ് ഒക്കെ പറയാനുണ്ടോ? സക്സസിനെ കുറിച്ച് പറഞ്ഞ സിനിമയിലെ ഡയലോഗ് കേട്ടില്ലായിരുന്നു? നമ്മുടെ പടത്തിലൊരു പറയുന്നത് ഈ വാഴ്ത്തിപ്പാടി കുറെ സക്സസ് വരുമ്പോൾ കുറെ ചമച്ചാമലും കുറെ ആൾക്കാർ വരുമല്ലോ. വാഴ്ത്തിപ്പാടിയവർക്കിടയിൽ പെട്ടുപോയി, സക്സസ് തലക്ക് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഏട്ടൻ വർഷം കഴിഞ്ഞ ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ട്. അത് ഞാൻ അപ്പുവിനോട് പ്രണവനോട് സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തില് ഞാൻ പൊളിഞ്ഞ സംവിധായകനായി മാറിയത് എന്തുകൊണ്ടാന്ന് പറയുന്നത് കാരണം പറയുന്നത് സക്സസ് തലക്ക് പിടിച്ചു, കൂടെ വാഴ്ത്തിപ്പാടിയവർക്കിടയിൽ പെട്ടുപോയി, അങ്ങനെ വീണുപോയ കുറെ ആൾക്കാരുണ്ടായിട്ടുണ്ടാവില്ലേ ഒരുപാട്. അതെ അതെ, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതെ, അത് തലക്ക് പിടിക്കാനല്ല അറിയാവുക. അങ്ങനത്തെ ഒന്നുമല്ലല്ലോ. അങ്ങനെയല്ല, ഞാൻ സിനിമയിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഡിസിപ്ലിൻ, വർക്ക് എത്തിക്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ചോദിച്ചത്. ചോദ്യം മറന്നുപോയി. ഒരു സിനിമയുടെ വിജയം, പിന്നെ സിനിമയുടെ ഒരു പരാജയം. ആ വിജയത്തിന് നമുക്ക് കുറെ കൂട്ടുകാരുണ്ടാവും. അപ്പൊ പലതും പല ആളുകൾ പറഞ്ഞ അതിന് നമ്മൾ മുഴുകിപ്പോവും. ചില സിനിമയ്ക്ക് പരാജയം, അങ്ങനെ ഒരു സംഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിനൊന്നും സമയമൊന്നുമില്ല. ഒരു സിനിമ കഴിഞ്ഞ അടുത്ത ഞാനെ പോലെ തന്നെയാ, സമയമില്ല. അതില് നിങ്ങൾ ഓക്കെയാണ്, അതെങ്കിലും ഒന്ന് സമ്മതിച്ചല്ലോ. അവിടെ ഒരു വർഷം 10 കഥകളും, ഇവിടെ ഒരു വർഷം 10 സിനിമ അഭിനയിക്കും. അത് തന്നെ, ഒരു അടുത്ത സിനിമയുടെ ആലോചനയായിരിക്കും. അടുത്ത വർഷം 10 സിനിമ എഴുതുന്നാണ് പറയുന്നത്. അച്ഛനൊരെണ്ണം അങ്ങോട്ട് തരും, ഞാനിങ്ങോട്ട് ഇങ്ങോട്ട്. ഒരു സ്ക്രിപ്റ്റ് കൊടുക്കണം അല്ലേ? എന്തായാലും സന്തോഷമല്ലേ, സന്തോഷവാനല്ലേ? രണ്ട് മക്കളും. അതിന് മാത്രം കുഴപ്പമില്ല. പിന്നെ എന്തിനാ കുറവ് കേട്ടത് ചേട്ടാ? ക്യാഷ് കുറവ്. സന്തോഷം വരുമ്പോ ക്യാഷ് തനിയെ വരും. ഉള്ള ഇനി ഒരു പടം കൂടെ പ്രൊഡ്യൂസ് ചെയ്യും, അപ്പൊ പൈസ വീണ്ടും വരും. അതെ, മുകേഷ് എപ്പോഴും നിർബന്ധിക്കുമല്ലോ നമ്മുടെ ചെയ്യേ. ഇനി അങ്ങോട്ടും വേണ്ട, ഇവിടെ കൊടുത്താൽ മതി, ഇവിടെ പ്രൊഡ്യൂസ്, ഇവിടെ ഇവരുടെ സിനിമ എടുത്താൽ മതി, പുറത്തൊന്നും ഇനി പോകണ്ട. എങ്ങനെയാണ് ചെയ്യോ? എടുക്കില്ല, എടുക്കില്ല, ഉറപ്പാണോ? എടുക്കില്ലേ? ഞാൻ അടുത്ത് നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആർട്ടിസ്റ്റുകളും ഒക്കെ റെഡിയാണ്, പ്രൊഡ്യൂസറെ കിട്ടിയിട്ടില്ല, പൈസ മുടക്കാവും.
മുടക്ക അത് മുടക്കാന്ന് ഉറപ്പാണോ? പിന്നെ പടം കാണാൻ മുടക്കുന്ന പൈസ അല്ല, പടം മുടക്കുവോ അതോ പണം മുടക്കുവോ? പണം മുടക്കോ പണം അത് പറ. മുടക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് മുടക്കുന്നത്? പറ. ഏതാണ്? പടമായിരിക്കും. പടമാണോ പണമാണോ? പണം മുടക്ക പണം. ഒരു അഡ്വാൻസ് കൊടുക്കുക. ഒരു അഡ്വാൻസ് കൊടുക്കുക. ഒരു അഡ്വാൻസ് കൊടുക്കുക. സീരിയസ്ലി ഞാൻ പറയണം. ഒരു അഡ്വാൻസ് കൊടുക്കുക. ചെക്കാണ്. അല്ല ഇവിടെ കൈനീട്ട് കൈനീട്ടല്ല, ഇത് കൈനീട്ടല്ല, ഇത് സിനിമയുടെ അഡ്വാൻസ് അല്ലേ? സിനിമയുടെ അഡ്വാൻസ് ആണോ? സിനിമയുടെ അഡ്വാൻസ് ആണെന്ന് പറയാം. അതിന് അഡ്വാൻസ് സ്ക്രിപ്റ്റ് കിട്ടും. അത് അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് 500 രൂപയ്ക്ക് സ്ക്രിപ്റ്റ് ഒന്നും കിട്ടില്ല. അത് മറ്റേ 150 രൂപയും പൂന്തോട്ടവും കാർ പാർക്കിംഗ് അഡ്വാൻസ് ആയിട്ട് ഈ പൈസ അഡ്വാൻസ് ആയിട്ടാണ് കേട്ടോ. ഞാനാണ് എന്റെ പ്രൊഡക്റ്റ് ഡിസൈനർ, പ്രൊജക്ട് ഡിസൈനർ ഞാനാണ്. നല്ല ഡിസൈനിങ് കേട്ടോ. നന്നായിട്ട് ഡിസൈൻ ചെയ്തു. അല്ല, ഇത് സീരിയസ് ആണ്. ഇത് സീരിയസ് ആയിട്ട് എടുത്തതാണ്. സ്ക്രിപ്റ്റ് ബാക്കി പേയ്മെന്റ് അതിനകത്ത് കൊടുക്കും. ഡിസൈനർ ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ ശരിയാവില്ല. ഞാൻ ഡിസൈൻ ചെയ്ത് തരാം. ഞാൻ ഒരു പേപ്പറിൽ വരച്ച് തരാം സ്കെച്ച്, അത് ഡിസൈൻ. ഈ പ്രൊജക്ട് നടക്കണം കേട്ടോ. ഇത് നടക്കണം ചേട്ടാ. നല്ല ആർട്ടിസ്റ്റുകളൊക്കെ കേസ് റെഡി. പൈസ റെഡി ആട്ടോ. സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല. എന്തായാലും പൈസ കിട്ടിയല്ലോ, ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കുമല്ലോ. അപ്പം എന്തായാലും ശ്രീചേട്ടൻ അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു. ഞാനൊരു സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സ്ക്രിപ്റ്റ് റെഡി ആക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ലാലങ്കോട് അച്ഛനെ വെച്ച് ഡയലോഗിട്ടെ. സീരിയസ്ലി കാര്യമായിട്ട് ശരി. കൈ കൊടുക്കും. അത് അവിടെ കൈ കൊടുക്കും. അവിടെ കൈ കൊടുക്കും. കൈ കൊടുക്കും. ഡിസൈനറിന് അവിടെ കൈ കൊടുക്കും. അവിടെ കൈ കൊടുക്കും. എല്ലാവരും കണ്ടല്ലോ. ലാലേട്ടനും ശ്രീചേട്ടനും കൂടെ ഉള്ള ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നു. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് സന്തോഷമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെയാ? ഓക്കെയാ? ഓക്കെ. ഇനി കുറ്റമൊന്നും പറയൂലല്ലോ? എന്റെ സ്ക്രിപ്റ്റിനെ കുറ്റം പറയാൻ പാടില്ല. ആരെയും കുറ്റം പറയൂല എന്ന് അവിടെയും പറയാം. കൈ കൊടുക്കുക. ആരെയും കുറ്റം പറയൂല. ഓക്കെയാ? അങ്ങനെ നടക്കട്ടെ. സാധു അങ്ങനെ നടക്കട്ടെ. എങ്ങനെ എങ്ങനെ സാധു അല്ല ഓക്കെ പറഞ്ഞില്ലേ? അല്ല, അത് നടക്കണം. നടക്കണ്ടേ? പൈസ കറക്റ്റ് ആയിട്ട് വെക്കണം കേട്ടോ. പൈസ ഒരു കാരണത്തിനും ഒന്നിനും എടുത്ത് ഉപയോഗിച്ചേക്കല്ലോ കേട്ടോ. നോട്ടിന്റെ നമ്പർ ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കട്ടെ. ഇല്ല ഇല്ല, എന്നോട് നമ്പറൊന്നും എഴുതി വെച്ചു. എഴുതി വെച്ചോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊജക്ടിലേക്ക് നമ്മൾ നീങ്ങുവാണ്. നമുക്ക് ഏറെക്കുറെ ഒരു വർഷത്തിനുള്ളിൽ ദൈവം അനുഗ്രഹിച്ചാൽ ഈ സിനിമ ഉണ്ടാവും. എന്നാ അമ്മയൊന്നും അതിശയത്തിൽ വരുന്നത് ഉണ്ടാവും. എന്റെ ഒരു ആഗ്രഹമാണ്. എന്റെ മനസ്സിൽ തോന്നി. ഞാനിപ്പോ വെറുതെ ചോദിച്ചപ്പോ ഇത് അത്ര ഒരു സീരിയസ് ആയിട്ട് എനിക്ക് പോയി കേട്ടോ. നടക്കട്ടെ, തീർച്ചയായിട്ടും നടക്കണം. വേണ്ടേ? പിന്നെ അല്ലാതെ ഇടയ്ക്ക് ഒരു ചെറിയ റോള് എനിക്ക് ഹൈദരലിക്ക് എന്തെങ്കിലും റോള് കൊടുക്കുവോ? അത് സ്ക്രിപ്റ്റ് എഴുതുന്ന ആളല്ലേ തീരുമാനിക്കും. കാശ് അങ്ങോട്ട് വാങ്ങിക്കണം. ഡിസൈനർ വേണ്ട, ഡിസൈൻ ചെയ്തിരുന്നാ മതി. എന്തായാലും വേണ്ട, എനിക്ക് സിനിമ നടന്നാ മതി. എന്തായാലും അങ്ങനെ ഒരു സിനിമ നടക്കട്ടെ. അത് നല്ലൊരു വിഷുദിനത്തില് പൈസ അഡ്വാൻസ് വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുന്നതാണ്, ശ്രീചേട്ടനും ലാലേട്ടനും ഒന്നിക്കുന്ന അടുത്ത ഒരു പ്രൊജക്ട് ധ്യാൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ട് ചെയ്ത് ശ്രീനിവാസൻ ചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമ മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നവർ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഈ വിഷുദിനത്തിൽ. സീരിയസ്ലി ഓക്കെ. എല്ലാരും എല്ലാരും കൈയടിച്ച് പാസ്സാക്കി. പാസ്സായി. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ അടുത്ത് ചോദിക്കാനുണ്ടോ?
എനിക്ക് കൈന്നിട്ടം കൊടുത്തിയേ. എന്റെ അടുത്ത് വല്ലതും ചോദിക്കാനുണ്ടോ? എന്റെ അടുത്ത് വല്ലതും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ലോ. എപ്പോഴാ പോന്നേന്ന് ചോദിക്കാൻ അങ്ങനെ ചോദിക്കാനുണ്ടോ? ഞാനുണ്ടല്ലോ, ഒരു മിനിറ്റ്. ഞാൻ ഇന്നാള് ശ്രീചേട്ടാ ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നില്ലേ, രാവിലെ എന്നെ കാണുന്നുണ്ട്, ഞാൻ വന്നില്ലാമേ. ഞാൻ ഇന്റർവ്യൂല് പറയാണ്, ഒരിക്കലും അങ്ങനെയല്ല, പോയി വലിഞ്ഞു കയറിപ്പോയാന്ന്. ഞാൻ വിളിച്ചിട്ട് വന്നല്ലേ. ആ ചോദിച്ചു നോക്ക്. വേറെ നമ്പർ വിളിച്ച് മാറി വിളിച്ചായിരിക്കും അല്ലേ? അതെയോ? അല്ല, അതിനകത്ത് ഒറ്റ ഹൈദരല്ലേ ഉള്ളൂ ആ ഫോണില്, അല്ലേ? ഞങ്ങൾ തമ്മിൽ അത്രയും ആത്മാർത്ഥ ബന്ധങ്ങളുള്ള അല്ലേ? അല്ലേ സുനി ചേട്ടാ? അത് മക്കളിലൂടെ ഞങ്ങൾ നമ്മൾ കൊണ്ടുപോകണം. അത് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോ പുറത്താക്കണ്ട. അപ്പൊ ഒത്തിരി സന്തോഷം അല്ലേ? എന്നാലും സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അതുകൊണ്ടൊന്ന് പറഞ്ഞു, സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അല്ല, അത് ഞാൻ കുറെ സീനുകൾ കണ്ടു. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ പറയാനാണെങ്കിൽ അതായിരിക്കും. Which scene did you like the best? You don't know? എനിക്ക് ആക്ച്വലി എല്ലാം ഇഷ്ടപ്പെട്ടു. കാണാത്ത ആൾക്കാരുണ്ടെങ്കിലോ? അല്ല, എങ്കിലും ഒരു സീൻ പറയാതെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ആ സിനിമ കഥയായിട്ട് പറയണ്ട, ഇത്രാമത്തെ സീനാണല്ലോ എന്ന് പറയാം. അപ്പൊ കണ്ടവർക്ക് കാണാത്തവർക്ക് മനസ്സിലാവുമല്ലോ. 4 ഏജ് കാണിക്കുന്നുണ്ടല്ലോ അതില്ല. എനിക്ക് ലൈക്ക് ഏജ്ഡ് ആയിട്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അതിൽ കുറെ മാനറിസംസും എല്ലാം നമ്മൾ എന്താ പറയാ, യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അപ്പൊ അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ സ്ക്രിപ്റ്റ് ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് പോകണമല്ല നല്ലത്. അതില് ഞാൻ ഉത്തരവാദിത്തമല്ല, അത് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ തന്നെയാ സ്ക്രിപ്റ്റ് വായിക്കുന്നു പോകുന്നു. സ്ക്രിപ്റ്റ് വായിക്കുന്നില്ലല്ലോ. കുഴപ്പമില്ല. കുറച്ചും കൂടെ സെലക്ട് ആവണമെന്നുണ്ടോ ഇനി ഈ സിനിമ കഴിഞ്ഞപ്പോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമ കഴിഞ്ഞോണ്ട് സെലക്ട് ആവണം എന്നല്ലല്ലോ. പൊതുവെ സെലക്ട് ചെയ്താ കൊള്ളാം. പിന്നെ ആലോചിക്കണം, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. പൈസക്ക് ബുദ്ധിമുട്ടാ? 500 രൂപ. പൈസക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ സുനി ചേട്ടാ? അത് ഇപ്പോൾ പണം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകല്ലേ. പ്രൊഡ്യൂസ് ചെയ്യാനെല്ലാം പോണം. അല്ല, ഡയറക്ട് ചെയ്യാൻ പോന്നെ. അച്ഛനല്ലേ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. നമ്മുടെ വണ്ടിയിലെ അഗ്രിമെന്റിന്റെ ഫോം ഉണ്ടോ? ഒപ്പിട്ടിട്ട് പോവാം. മറന്നു പൈസ അഗ്രിമെന്റ് ഒപ്പിടിക്കും. ഞാൻ മറക്കാനൊന്നും പറ്റില്ല. ഇത് ഞാൻ ഡെയിലി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പത്തേക്കിട്ട് ബ്ലോക്ക് ആക്കിക്കോളും. നമ്പറൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്നു. എല്ലാവരും സന്തോഷം സുനിച്ചാണ്. നല്ലൊരു വിഷു ദിനത്തിൽ നമുക്ക് ഇങ്ങനെ കുറെ ഇരുന്ന് സംസാരിക്കാൻ പറ്റി. ആ വിഷുവിന്റെ തലേദിവസം നമ്മൾ ഈ സിനിമയും കണ്ടു. മലയാളി പ്രേക്ഷകർ എല്ലാ ഇടങ്ങളിലും ഹൗസ്ഫുള്ളായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഓടിക്കൊണ്ടിരിക്കുകയാണ്. 2 മക്കൾ ഒരുമിച്ച്, നാളുകൾക്ക് ശേഷം ഒരുമിച്ച സിനിമ. അഭിമാനിക്കാവുന്ന മുഹൂർത്തം ഒരു അച്ഛൻ എന്ന നിലയിൽ, അല്ലേ? തീർച്ചയല്ലേ? അഭിമാനത്തിന്റെ മുഹൂർത്തത്തിൽ നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് വേണം? സ്വന്തം വഴി വെട്ടിപ്പിടിച്ചു പോയി അച്ഛനെ കൊണ്ട് കാണിച്ചു തന്ന സിനിമ. കൊള്ളണുണ്ടോ? അത് അങ്ങനെ അമ്മയുടെ അടുത്തേക്ക് നോക്കിയത്. ടിക്കറ്റിന്റെ പൈസ കൊടുത്താ പോയെന്ന്. ടിക്കറ്റിന് പൈസ കൊടുത്തോ? ടിക്കറ്റിന് പൈസ കൊടുത്തോ? വരാവുന്നില്ല. അപ്പം ഒരു കുഴപ്പമില്ല. എനിക്ക് വിഷു കൈ നീട്ടം ചോദിച്ചു വാങ്ങാൻ പോകത്തരൂ. കൊടുക്കൂ, വിഷു കൈ നീട്ടം കൊടുക്കൂ. മറന്നു പോകണ്ട. മറന്നു പോകണ്ട. പല പോക്കറ്റിലും ഇട്ടേക്കണം. കസിന്റെ പോക്കറ്റ് ഇട്ടതായിരുന്നു എണ്ണം കൂടുതലും. പാനിന്റെ പോക്കറ്റിൽ എണ്ണം കുറവാണ്. കുറച്ചു കൊടുത്താ മതി. പൈസ കാണുന്നേ കിട്ടുന്നില്ല. അതെത്രയാ? എത്രയത്? ഇത് വിഷു കൈ നീട്ട് 500 ഉള്ളൂ. 500 രൂപ തന്നിട്ടുണ്ട് എനിക്ക്. വിഷു കൈ നീട്ടം 500, 1000 കൊടുക്കുന്നു ചേട്ടാ. അതെ. കഥയ്ക്ക് ഡയറക്ടറും 500 ഉള്ളു കേട്ടോ. ഇത് ഇപ്പൊ തന്നെ വിഷു കൈ നീട്ടം. ഇത് മറ്റേ സിനിമയുടെ അതെ രണ്ടും കൂടി എടുക്കും. ഇത് ധ്യാനോട്ട് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി. ഇത് വിഷു കൈ നീട്ടം അല്ല, ഇത് വിഷു കൈ നീട്ടം. മറ്റേ അഡ്വാൻസ് അല്ലേ? എനിക്കൊരു വിഷു കൈ നീട്ടം. മറ്റേ പ്രൊജക്ട് 500. ഇതെല്ലാം ഇവര് 3 പേരുണ്ട്, അവർക്കും കൊടുക്ക്. അവര് ഇവിടെ കൊടുത്തായിരുന്നോ? വിഷു കൈ നീട്ടം കിട്ടിയോ? രാവിലെ വാങ്ങിച്ചു നമ്മള്. തന്നിട്ടുണ്ട് ബാവക്ക്. അവക്ക് ഇനി വേണം എന്നാണ് പറയാ. അതെ. ഇത് ഇവര് കൊടുക്കുന്നത് കേട്ടാ. ഒരാൾ കൂടിയില്ലേ?
ഹാപ്പി വിഷു മുത്തേ. ഹാപ്പി വിഷു. കിട്ടി, ശമ്പളം ശമ്പളം കിട്ടി, നമ്മളെ മുത്തേ മോളെ അതവിടെ ഉണ്ട്. അത് അവിടെ കിട്ടിയത് അവരാ സൈഡിൽ വെച്ചിട്ട് എന്തെല്ലാം എടുക്കും. yes where you should be getting four. അപ്പൊ happy വിഷു. Fourth one. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എ സികൾക്ക് പമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, the cooling expert.